ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മേലെ നല്ല മുരിഞ്ഞ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു PDF-ൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബീഫ് ആദ്യം ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബീഫിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓവർ കുക്കായി പോകരുത് കേട്ടോ. ഇനി അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ ജിഞ്ചക്കാളി പേസ്റ്റും അല്പം ലെമൺ ജ്യൂസും ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് ക്യാപ്സിക്കവും പിന്നെ നമ്മൾ ബീഫ് വേവിച്ച വെള്ളമാട്ടോ ചേർക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ചെയ്യാനുണ്ട്, കാരണം വെന്ത ബീഫാണല്ലോ. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ഇട്ടിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ.